വിടോക്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ലോങ് ലിവ് റെവല്യൂഷൻ. ഇൻക്ലാബ് സിന്ദാബാദ് അല്ലേ? എന്തിനാണ് നീ ഇൻക്ലാബ് അല്ലെങ്കിൽ ലോങ് ലിവ് റെവല്യൂഷൻ എന്ന് പറഞ്ഞ് തുടങ്ങാൻ കാര്യം? വിപ്ലവങ്ങൾ നമ്മുടെ നാട്ടിൽ ജനിക്കുന്നു, നടക്കുന്നു, നമ്മുടെ കൺമുന്നിൽ വിജയകരമായി മുന്നോട്ട് പോകുന്നു. ആരും പ്രതീക്ഷിക്കാത്ത രീതിയിൽ വിജയകരമാണ്. പിന്നെ 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 തീർച്ചയായിട്ടും പിന്നല്ലാണ്ട് വിജയകരം എന്ന് പറയുന്നത് അതിന്റെ എൻഡ് ഗോളിലേക്ക് എത്തിയില്ല, പക്ഷെ ഒരു ഭയങ്കര വലിയൊരു ഇനീഷ്യേറ്റീവ് ആണ്, വലിയൊരു മൂവ്മെന്റ് ആയിട്ടുണ്ട്. നമ്മൾ ഇതിന് തൊട്ട് മുമ്പ് പറഞ്ഞ എപ്പിസോഡിൽ നമ്മളൊരു ഇതിലാ പറഞ്ഞേ നിങ്ങൾ പ്രതികരിച്ചോ, ഒരു പോസ്റ്റെങ്കിലും. പക്ഷെ ഞങ്ങള് പറഞ്ഞിട്ടാ പ്രതികരിച്ചെന്ന് ആരോടും പറയണ്ടെന്ന് പറഞ്ഞ ആ ഒരു മൂഡിലാണ്. അതെ, നമുക്ക് എന്തുകൊണ്ടാണ് അങ്ങനെ പറയാൻ തോന്നുന്നത്? അതായത് ഒരു സ്റ്റേറ്റ്മെന്റ് പറയുമ്പോ ഇപ്പൊ നീ രണ്ടാമത് ചിന്തിക്കേണ്ടി വരുന്ന എന്തുകൊണ്ടാണ്? അങ്ങനെ ഒരു അവസ്ഥ ഇപ്പൊ ഉണ്ട്. ഉണ്ടോ? പേടിയുണ്ട്. എന്താണ് നിന്റെ പേടി? എന്താ? എന്റെ പേടി അങ്ങനെയൊന്നുമല്ല, നമ്മളെ വളഞ്ഞിട്ട് ആക്രമിക്കും എന്നുള്ളൊരു പേടിയുടെ ഭാഗമല്ല. പക്ഷെ ഇതൊരു പൊളിറ്റിക്കൽ സൈഡ് ഉണ്ട്, ഇതിന് പല പല ആംഗിളുകളുണ്ട്. ഇത് ഇതിലേക്ക് ഡൈവേർട്ട് ചെയ്യാന്ന് പറയാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു ദിശ നമുക്ക് കൃത്യമായിട്ട് ജഡ്ജ് ചെയ്യാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ആ പോയിന്റിൽ. പക്ഷെ ഇപ്പൊ വളരെ വ്യക്തമാണ് അവർക്ക് അവരുടെ ഗോൾ എന്താണെന്നറിയാം. എന്താണ് ഗോൾ? പുതിയ ജനറേഷൻ തകർക്കുന്നുണ്ട്. അവർ പറഞ്ഞിട്ടുള്ള 3 ആവശ്യങ്ങൾ അത് നേടുന്നവരെ സമരം ഉണ്ടാവും എന്നുള്ളതാണ്. നമ്മൾ ഈ ഇവരെന്നൊക്കെ പറയുന്നത് CJP ഇനീഷ്യേറ്റ് ചെയ്ത യൂത്ത് മൂവ്മെന്റ്. ഇന്ന് ലക്ഷക്കണക്കിന് ആൾക്കാർ ഡൽഹിയിൽ ഒത്തുചേർന്ന് നടത്തുന്ന ആ പ്രൊട്ടസ്റ്റിന്റെ ആവശ്യങ്ങൾ പറഞ്ഞിട്ടുള്ളത് കേന്ദ്ര വിദ്യാഭ്യാസ മന്ത്രിയുടെ രാജി, മരിച്ച കുട്ടികളുടെ വീട്ടിൽ എല്ലാവർക്കും 1 കോടി വെച്ച് ഇത്, പിന്നെ ഈ പ്രൊട്ടസ്റ്റിൽ പിടിക്കപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ സോനം വാങ്ചുക് ആളും അടക്കം എല്ലാവരുടെയും എതിരെയുള്ള FIR സാധനങ്ങൾ എടുത്ത് മാറ്റും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് അതിനെ ഭാവിയിൽ അതിനെ ഒരു നിരുപാധികം വിട്ടയക്കണം. ഈ ആവശ്യങ്ങളുമായിട്ട് CJP ശക്തമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇനി നീ പ്രിപ്പയർ ചെയ്ത് പറഞ്ഞു. ഞാനിന്ന് ഒരു അരമണിക്കൂർ ഞാൻ ഇതിന്മേ ഇരുന്നു. നിങ്ങൾക്ക് അറിയണ്ടാവും, സാധാരണ നമ്മളുടെ ഈ വിടോക്സിന്റെ ഒരു മൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കലിങ്കിലിരുന്ന് അല്ലെങ്കിൽ ഇരുന്ന് സംസാരിക്കുന്ന 4 മാമന്മാർ അത്രേ ഉള്ളൂ. പക്ഷെ ഇങ്ങനെ ഒരു സബ്ജക്റ്റ് ആകുമ്പോൾ അതിനോട് ചെറിയ രീതിയിൽ നമ്മൾ നീതി പുലർത്തണം എന്നുള്ളൊരു സാധനമുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു അരമണിക്കൂറിന് പറ്റില്ല. റോങ് ഫാക്ട്സ് നമ്മുടെ ഭാഗത്ത് നിന്ന് തെറ്റിയാതെ എങ്ങനെ ഫാക്ട്സ് ആണ് ചോദ്യം. ഇതാണ് ഇപ്പൊ ഭാരതം. ഞാൻ യൂത്തിൽ നിന്ന് ഇൻസ്പയർഡ് ആണ്. ചോദ്യം ചോദിക്കാൻ മടിയില്ല, ഞാൻ ചോദിക്കും എങ്ങനെയാ തെറ്റിയാതെ. സത്യം പറഞ്ഞപ്പോ ജെൻസിയോട് ഒരു റെസ്പെക്ട് ആണല്ലേ ആൾക്കാർക്ക് അല്ലേ? മുമ്പൊക്കെ ജെൻസി അയ്യേ ആ ഒരു സാധനം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ ഒരു താറ്റലുണ്ടായിരുന്നു. ഇപ്പൊ അതിങ്ങനെ മാറി 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 വരുന്നുണ്ട്. അല്ല, ഇതിന്റെ തുടക്കം അതായിരുന്നല്ലോ. ജെൻസീന് സുപ്രീം കോടതിയിലിരുന്ന് താറ്റിയപ്പോഴാണല്ലോ ഇത് തുടങ്ങിയത്. അത് ശരിക്കും പറഞ്ഞാല് ഒരു പരിധി വരെ മിസ്ഇന്റർപ്രറ്റഡ് ആണെന്ന് തോന്നുന്നു പുള്ളിയുടെ സ്റ്റേറ്റ്മെന്റ്. എനിക്ക് തോന്നുന്നൊരു സീനിയർ അഡ്വക്കേറ്റ് എന്നുള്ളൊരു ആള് ഡെസിഗ്നേഷന് വേണ്ടിയിട്ട് ഒരാള് ഫയൽ ചെയ്ത പെറ്റീഷൻ എങ്ങാണ്ടായിരുന്നു. അപ്പൊ അതിൽ പുള്ളി പറഞ്ഞൊരു റിമാർക്ക് എന്നാണ് ഇതെല്ലാം തുടങ്ങുന്നത്. ആള് പറഞ്ഞു വന്നപ്പോ വിടോക്സിൽ സംസാരിക്കണമല്ലോ സംസാരിച്ചു പോയി. ഈ യൂത്ത് ഒരുമാതിരി പാരസൈറ്റ് പോലെയാണ്, കോക്രോച്ചസിനെ പോലെയെന്ന് പറഞ്ഞു. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ക്വാളിഫൈഡ് അല്ലാത്ത ആൾക്കാരെ ഫേക്ക് ഡിഗ്രി ഒക്കെ എടുത്തുകൊണ്ട് ലീഗൽ സിസ്റ്റത്തിനകത്തോട്ട് മീഡിയയുടെ അകത്തോട്ടൊക്കെ കടന്നുകൂടുന്നു. ആ രീതിയിൽ സംസാരിച്ച് വന്നപ്പോഴാണ് ഇങ്ങനെയുള്ള സ്റ്റേറ്റ്മെന്റ്സ് വന്നതെന്നാണ് എന്റെ അറിവ്. അപ്പൊ അതിൽ നിന്നും ജെൻസി ആങ്കേർഡായി. അങ്ങനെയാണ് CJP എന്ന് പറഞ്ഞത്. ഞങ്ങൾ തൊഴിലില്ലാത്തവരാണ്, ഞങ്ങൾ പാറ്റകളാണ്, ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല എന്ന് പറയുന്ന പോലെ. ശരിയല്ലേ? അതുപോലെയല്ലേ? ശരിയല്ലേ? നീതിയുടെ കാര്യത്തിൽ ഞങ്ങൾ അനാഥരാണ്, പക്ഷെ ഞങ്ങൾ ഗുണ്ടകളല്ല. അത് പീസ്ഫുൾ പ്രൊട്ടസ്റ്റ് ആണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യമായിട്ട് അയാള് പറഞ്ഞൊരു ഡയലോഗ് സുരേഷ് അന്നാള് പറഞ്ഞു വെച്ചല്ലേ, ഞങ്ങൾ അനാഥരാണ് പക്ഷെ ഗുണ്ടകളല്ല. കറക്റ്റ് ആണ്. അവർക്ക് ക്രിസ്റ്റഫർ നോളൻ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് അല്ലേ? കറക്റ്റ് അല്ലടാ. പുള്ളിയുടെ സമയം പോകുന്ന ലീനിയർ ആയിട്ടല്ല, മനസ്സിലായോ? ഇപ്പൊ ടീഷർട്ട് പഠിക്കാൻ പറ്റിയ സാധന പ്രൊട്ടസ്റ്റിന് പോകുമ്പോ അല്ലേ? ഞങ്ങൾ അനാഥരാണ്, ഗുണ്ടകളല്ല. വാദം പൊളിച്ചു കള്ളൻ പറഞ്ഞ പോലെ. അപ്പൊ ശരിയും മെയ് 15 പുള്ളിയുടെ ഭാഗത്തുനിന്ന് ഈ ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. തൊട്ട് പിറ്റേ ദിവസം CJP എന്ന് പറഞ്ഞൊരു പാർട്ടി, സർക്കാസ്റ്റിക് ഒരു സംഭവമാണ്, പാർട്ടി ഒന്നല്ല അത്. തുടങ്ങിയപ്പോ ആ മൂവ്മെന്റിന്റെ പേര് അങ്ങനെയാണെന്നുള്ളൂ. പക്ഷെ ഇതുവരെ അവര് ആ സമയത്ത് ഒരു സാധനമായിരുന്നു തോന്നുന്നു. ഒറ്റടിക്ക് അടിച്ച് കയറി വന്നു. അപ്പോഴും ഇവര് സീരിയസ് ആയി എടുത്തില്ല. അപ്പൊ ഇത് ഫണ്ടഡ് സംഭവമാക്കി. എപ്പോഴും ഇതിലെ ഫോളോവേഴ്സ് പാകിസ്ഥാനികളാണ്. അങ്ങനെ ഒരു ട്രെൻഡ് ഉണ്ട്. അതായത് ഗവൺമെന്റിനെതിരെ ഗവൺമെന്റിനെതിരല്ല, BJPക്കെതിരെ.
അതാ അവിടെയാണ് ആ ഡിസ്റ്റിങ്ഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. ശരിക്കും രാജ്യം വേറെയാണ്, പാർട്ടി വേറെയാണ്. എപ്പോഴും ഇതിനെ രണ്ടിനെയും ഒപ്പം ചേർത്താണ് ഈ റൈറ്റ് വിങ് നാരേറ്റീവ് എപ്പോഴും വരുന്നത്. അത് വളരെ മോശം പരിപാടിയാണ്, ചെയ്യരുത് കേട്ടോ. അല്ലേ? നീ പറയാൻ കാത്തിരിക്കായിരുന്നവര് ഇനി ചെയ്യില്ല. റിൻഷാദ് പറഞ്ഞു അവര് അതാ പറയണേ, പാർട്ടീനെ പറയണവര് അല്ലെങ്കിൽ BJP ഒരു ആന്റി നാഷണൽ ആയി അല്ലെങ്കിൽ നീ പാകിസ്ഥാനി ഏജന്റ് ആയി. നമ്മൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞപ്പോഴും നമ്മൾ ചെയ്യാൻ പറഞ്ഞാൽ ചിലപ്പോ നമ്മൾ ആന്റി നാഷണൽ ആവുമായിരുന്നു. പാകിസ്ഥാനി ഏജന്റ് അല്ലെങ്കിൽ നീ ചൈനീസ് ഏജന്റ് ആയി, നിനക്ക് പുറത്തുനിന്ന് ഫണ്ടിങ് വരലായി. അങ്ങനെ വരെ പറഞ്ഞിട്ടുണ്ട് ഇതിന് ഫണ്ട് പുറത്തുനിന്ന് പറഞ്ഞത്. അത് ഈ എന്തെങ്കിലും എഗെയിൻസ്റ്റ് ആയിട്ട് സംസാരിച്ചാൽ അപ്പോൾ അവരുടെ ക്രെഡിബിലിറ്റി എടുത്ത് കളയുന്നുള്ളതാണ്. അതിനു വേണ്ടിയുള്ള സൈബർ അറ്റാക്കുകൾ ചെയ്യുക, അല്ലെങ്കിൽ അതിനുള്ള ഫേക്ക് ഇൻഫർമേഷൻ സ്പ്രെഡ് ചെയ്യുക, ഇങ്ങനൊരു ട്രെൻഡ് കാണുന്നുണ്ട്. എസ്പെഷ്യലി ഇങ്ങനൊരു റീല് കണ്ടായിരുന്നു. അതായത് പ്രൊട്ടസ്റ്റിന്റെ സൈറ്റിൽ നിന്ന് ഇങ്ങനെ ഒരു ജേർണലിസ്റ്റോട് ചോദ്യം ചെയ്യണം, എങ്ങനെയാണ് അപ്പോൾ നിങ്ങളുടെ ഫണ്ടിങ് എങ്ങനെയൊക്കെ വരുന്നു, പുറത്തുനിന്ന് വരുന്നു കേട്ടല്ലോ പറഞ്ഞപ്പോൾ ഒരു പയ്യൻ പറഞ്ഞു, അതെ എനിക്ക് ഇന്ന് രാവിലെ 40 രൂപ അമേരിക്കയിൽ നിന്ന് വന്നു, ഉച്ചക്കത്തെ കാര്യത്തിന് നോക്കട്ടെ ഒരു 20 രൂപ നേപ്പാളിൽ നിന്ന് മേടിക്കുന്നുണ്ട്, ബാക്കി പിന്നെ പാകിസ്ഥാനിൽ നിന്ന് നോക്കണം വൈകുന്നേരത്തെ കാര്യത്തിന്. അത് സർക്കാസ്റ്റിക് നല്ല രസമായിരുന്നു, പയ്യൻ പറഞ്ഞത് കേൾക്കാൻ നല്ല രസമുണ്ടായിരുന്നു. പക്ഷെ ഇപ്പോഴത്തെ ഈ ഒരു ഇതൊക്കെ വെച്ചിട്ട് പുറത്തുള്ളവരൊക്കെ, അതായത് ആ ഒരു ഭാഗത്തുള്ളവർ അല്ലെങ്കിൽ അവിടെ എത്തിച്ചേരാൻ പറ്റാത്ത ഒരു പ്രൊട്ടസ്റ്റിനെ സപ്പോർട്ട് ചെയ്ത രീതി ഭയങ്കര ഇതായിരുന്നു. ഭയങ്കര ഇന്നോവേറ്റീവ് ഒരു സാധനം ഓർഡർ ചെയ്ത് കൊടുക്കുന്ന പ്രൊട്ടസ്റ്റ് സൈറ്റിലോട്ട്. എന്നിട്ട് കുറെ ഡെലിവറി ബോയ്സിന്റെ വീഡിയോസ് കണ്ടതായിട്ട് ഇങ്ങനെ ഒരാള് ഇങ്ങനെ ഇൻഡോർന്ന് അല്ലെങ്കിൽ മുംബൈയിൽ നിന്ന് ഒരാൾ ഇങ്ങോട്ട് ഓർഡർ ചെയ്തിട്ട് ഫോൺ ചെയ്ത ആള് പറഞ്ഞു ജന്തർ മന്ദറിൽ കൊണ്ടുപോയിട്ട് ഇങ്ങനെ ആൾക്കാർക്ക് ആവശ്യമുള്ള വെച്ച് കൊടുക്കും. അതുപോലെ ഫാമേഴ്സ് ജോയിൻ ചെയ്തു. അവര് ഫാമേഴ്സ് വരുന്നു പറഞ്ഞാൽ വീഡിയോ കാണുമ്പോൾ ഒരു ചെറിയൊരു രോമാഞ്ചം പരിപാടിയാണ്. ഇതിനു മുമ്പ് വിജയിച്ച പ്രൊട്ടസ്റ്റ് അവരുടെ അല്ലേ? അവര് പ്രൊട്ടസ്റ്റ് ചെയ്ത് 1 വർഷത്തോളം പ്രൊട്ടസ്റ്റ് ചെയ്ത് 3 ലോസ് സ്റ്റേറ്റിലെ ഗവൺമെന്റ് കൊണ്ടുവന്ന 3 ലോസ് റിപ്പീൽ ചെയ്ത് കളഞ്ഞു. വിജയിച്ചൊരു സംഭവം അല്ലേ? അതിന് ഗവൺമെന്റിന് പേടിയുണ്ട്. അവര് വരുമ്പോ ഒരു 2 കൊല്ലത്തേക്ക് നിൽക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവില്ല ട്രാക്ടറിൽ വരുമ്പോ. ഇതിന്റെ ഇടയിൽ ഈ സംഭവം അക്രമാസക്തമായപ്പോഴാണ് ഇത് കൂടുതൽ. എന്നെ സംബന്ധിച്ചിടത്തോളം ഈ പ്രൊട്ടസ്റ്റേഴ്സിന്റെ ഭാഗത്തുനിന്ന് അങ്ങനെ ഒരു ഇനീഷ്യേറ്റീവ് ഉണ്ടായിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. പിന്നെ നമ്മൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ സൺസെറ്റ് ചലോ മാർച്ച് അനൗൺസ് ചെയ്തതിന്റെ തൊട്ട് തലേന്ന് തന്നെ അവിടെ ഒരു ലോറി നിറച്ചും, ഒരു വലിയ ലോറി നിറച്ചും അവിടെ കല്ല്, പിന്നെ വണ്ടി കൊണ്ടുവന്നിട്ടുണ്ട്. അല്ല, അവര് വണ്ടി അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോകളുണ്ട് ഉണ്ട് അല്ലേ? സാധാരണ ഇങ്ങനെ സ്പിൻ ചെയ്യാൻ പറ്റുമായിരുന്നു. ഓക്കെ ഇത് ഇവര് ചെയ്തതാണ് അതുകൊണ്ടാണ്, അല്ലെങ്കിൽ അവര് കല്ലെറിഞ്ഞു അതുകൊണ്ടാണ് ഞങ്ങൾ ഇത് ചെയ്യുന്നതെന്നുള്ള നരേറ്റീവ് കൊണ്ടുവരാൻ പറ്റുമായിരുന്നു. പക്ഷെ ഇപ്പോ അതെ, ഈ എസ്പെഷ്യലി ജെൻസി സോഷ്യൽ മീഡിയയിൽ അത്ര ആക്റ്റീവ് ആണ്. പിന്നെ എല്ലാവരുടെ കയ്യിൽ നല്ല ക്യാമറ ഫോൺ ഉണ്ട്. അതുകൊണ്ട് ആ പ്രൊട്ടസ്റ്റ് ആ സ്ഥലത്ത് ഉള്ള കവറേജ്, ഈ ഓർഗാനിക് ആയിട്ടുള്ള കവറേജ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ എന്ത് നരേറ്റീവ് കൊണ്ടുവന്നാലും അതിനെ കൗണ്ടർ ചെയ്യാനുള്ള പ്രോപ്പർ വീഡിയോ പ്രൂഫ് ഇവരുടെ കയ്യിലുണ്ട്. അതുപോലെ പോലീസ് ബ്രൂട്ടാലിറ്റി ഉണ്ടായിട്ടില്ല എന്ന് പറഞ്ഞു. വീഡിയോ പ്രൂഫ് ഉണ്ട് എന്ന് പറയുമ്പോഴാണ് ഇന്നലെ മറ്റേ ചീഫ് ജസ്റ്റിസ് പറഞ്ഞത് വീഡിയോ കാണാനൊന്നും ഞങ്ങൾക്ക് സമയമില്ല. അതായത് പോലീസ് ബ്രൂട്ടാലിറ്റിക്കെതിരെ വന്ന് അത് അർജന്റ് ആയിട്ട് പരിഗണിക്കണം എന്ന് പറഞ്ഞു വന്നപ്പോ അതിന്റെ വീഡിയോ പ്രൂഫ് ഉണ്ടെന്ന് പറഞ്ഞപ്പോ പുള്ളി പറയാണ് വീഡിയോ ഒന്നും കാണാൻ ഞങ്ങൾക്ക് സമയമില്ല, നിങ്ങളുടെ സമയം വിലപ്പെട്ടതാ ഞങ്ങളെക്കാളും, അത് കളയാൻ നിൽക്കുന്നത് സമയം എന്ന് പറഞ്ഞു. എന്റെ വായിൽ വന്ന് പറയാണ് സമയ റൈനയുടെ ഒരു ഷോ മുഴുവൻ ഇരുന്ന് കണ്ട് അതിൽ എന്തൊക്കെ പ്രശ്നം. കഴിഞ്ഞ സീസൺ പോട്ടെ, ഇപ്പൊ ഇറങ്ങിയ ആദ്യത്തെ വീഡിയോ കണ്ടിട്ട് ഇവർക്ക് ഇത് പറയാനുണ്ടായിരുന്നു, ജഡ്ജ്മെന്റ് ഇടാനുണ്ടായിരുന്നു, 3 ലക്ഷം ഫൈൻ ഇടാനുണ്ടായിരുന്നു. ഈ സാധനത്തിന് വീഡിയോ കാണാൻ സമയമില്ല. ഈ പറഞ്ഞ പോലെ കുറെ പേര് വീഡിയോ ഈ പറഞ്ഞ അവിടെ നടന്ന അവിടെ നിന്ന് വന്ന വീഡിയോകളിലുണ്ടായിരുന്നു ഈ ലാത്തിയില് ആണിയൊക്കെ വെച്ചിട്ട് ഈ സാധനം അങ്ങനെ കണ്ണി കൊണ്ടുകഴിഞ്ഞാൽ ഇലക്ട്രിസിറ്റി ഉള്ള പാറ്റേൺ, ബാരിക്കേഡ് ഇവര് മൊത്തം 20th തന്നെയാണ് ഇത് തോന്നുന്നല്ലേ, മൊത്തം ബാരിക്കേഡ്സ് നമ്മൾ വെൽഡ് ചെയ്യുക, എന്നിട്ട് ബാരിക്കേഡ്സിൽ ഇലക്ട്രിസിറ്റി കടത്തി വിട്ടുന്ന ആക്ഷേപങ്ങളുണ്ട്. ഇതിൽ പറയുന്ന കുറെ സാധനങ്ങൾ അലജഡ്ലി അത് എപ്പോഴും പറയാൻ പറ്റാത്തതുകൊണ്ടാണ് നിങ്ങൾ ഇതെല്ലാം അലജഡ്ലി എടുത്താൽ മതി. ഓക്കെ, അങ്ങനെ ആക്ഷേപങ്ങൾ ഉണ്ടായിട്ടുണ്ട്. പിന്നെ അതുപോലെ പോലീസ് എന്നും പറഞ്ഞ് അവിടെ നിൽക്കുന്ന ആൾക്കാർ, അതുപോലെ RAF ഉണ്ട്, റാപ്പിഡ് ആക്ഷൻ ഫോഴ്സ് ഉണ്ട്, പോലീസ് ഉണ്ട്. അതിന്റെ കൂട്ടത്തിൽ മഫ്തിയിൽ കുറെ ആൾക്കാരുണ്ട്. അതായത് പ്ലെയിൻ ഓർഡിനറി അപ്പോ ആർക്ക് വേണമെങ്കിലും കടന്നു വരാം അതിനകത്ത്. ചുമ്മാ ഒരു വാറ്റിനെടുത്ത് പിള്ളേരെ തല്ലെന്നുള്ള അങ്ങനെ ഒരു ഒരാൾക്ക് നെയിം പ്ലേറ്റും ഇല്ല, ഒന്നുമില്ല. ആരാ വരണേ ആരാ തല്ലണെന്നൊന്നും പറയാൻ പറ്റില്ല. വേറെ തമാശ, RAF നെയിം ടാഗ് എടുത്ത കളഞ്ഞേ ചൂട്. അത് സ്പോക്സ് പേഴ്സൺ പറഞ്ഞത് പുള്ളിക്കാരി കൈയൊടിഞ്ഞിട്ടുണ്ട്, സ്ലിംഗ് ഒക്കെ ഇട്ടാണ് വന്നിട്ട് പറഞ്ഞു എന്തുകൊണ്ടാണ് നെയിം ടാഗ് എടുത്ത്
ആദ്യം പറഞ്ഞ എക്സ്പ്ലനേഷൻ തിരക്കേട്ടില്ലായിരുന്നു. അത് ചിലപ്പോ എന്തിലും ഇങ്ങനത്തെ ആക്ഷന്റെ സമയത്ത് അത് പിന്നെയാണ് പുള്ളിക്കാരി കത്തിയത്. വീണ് പോകാണ്ടിരിക്കാൻ ഇമ്മീഡിയറ്റ്ലി ചോദിച്ചപ്പോൾ പുള്ളിക്കാരിക്ക് തല കിട്ടിയ സാധനം അയ്യോ ഗർഭിണിക്കാരനാണ്. പിന്നെയാണ് പുള്ളിക്കാരിക്ക് നല്ലൊരു പോയിന്റ് കിട്ടിയത്. അത് ഇങ്ങനത്തെ ആക്ഷൻ ഇറങ്ങുമ്പോൾ ഞങ്ങൾ ദൂരി പോക്കറ്റിലേക്ക് മാർക്കും അവരവരുടെ പേര് ഇതെങ്ങാനും വീണ് താഴെ പോയി അതിങ്ങനെ ചവിട്ടി കഴിഞ്ഞപ്പോ നമ്മുടെ പേര് താഴെ കിട്ടുന്ന ആൾക്ക് ചവിട്ടി, അത് വളരെ മോശമല്ലേ. അത് ആൾക്കാരെ ചവിട്ടിക്കോട്ടെ, അതിന് കുഴപ്പമില്ല അല്ലേ. ഉണ്ട്. ഇതില് ഞാനൊരു വീഡിയോ ചെയ്തിട്ടപ്പോഴും ഇതിന്റെ ഒക്കെ ചെറിയ വളരെ കുറച്ച് ഇതിനെ സപ്പോർട്ട് ചെയ്ത് വരണ, അതായത് ഗവൺമെന്റിന്റെ സൈഡിനെ സപ്പോർട്ട് ചെയ്ത് വരുന്ന കമന്റ്സിൽ പറയുന്നത് ഈ പേപ്പർ ലീക്കിനെ സംബന്ധിച്ചുള്ള പ്രശ്നങ്ങളൊക്കെ എന്നേ പരിഹരിച്ചു. അതിന് രണ്ടാമത് നീറ്റ് നടത്തി അതിന്റെ റിസൾട്ട് വന്ന ആൾക്കാരെ ആഘോഷിച്ചു തുടങ്ങി. ഇപ്പോഴും ചില ആണുങ്ങൾ ഇത് ചെയ്തോണ്ടിരിക്കുന്നു എന്നുള്ള ഒരു സാധനമൊക്കെയാ പറയുന്നത്. പിന്നെ ഒരുത്തം പറഞ്ഞത് ഈ ഇവിടെ നടക്കുന്ന ഈ പ്രൊട്ടസ്റ്റ് ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ നമ്മുടെ രാജ്യത്തിനെ ഇകഴ്ത്തി കാണിക്കാന്നല്ലാണ്ട് ഇതുകൊണ്ട് എന്താ ഗുണമെന്ന്. അത് സിംഗിൾ ഹാൻഡഡ്ലി നമ്മുടെ മോദിജി ചെയ്യുന്നുണ്ട് ഇകഴ്ത്തി കാണിക്കല്. വേറെ എല്ലായിടത്തും പോയി 1+1=11 എക്സ്ട്രാ 2 എക്സ്ട്രാ ഇതൊക്കെ കാണുമ്പോ ഇതിനൊന്നും തോന്നുന്നില്ല. നാട്ടിൽ പോയി നിന്നിട്ട് ഇതുവരെ ഒരു പ്രധാനമന്ത്രി ചെയ്യാത്തത്ര വാണത്തരങ്ങൾ കാണിക്കണം അവിടെ പോയിട്ട്. അതിലൊന്നും ലോകരാഷ്ട്രങ്ങൾക്ക് മുന്നിൽ ഒരു ഓസ്ട്രേലിയയിൽ ഇയാൾ പോയതിന്റെ ഒരു സാധനം അവിടത്തെ ന്യൂസ് മീഡിയ ഇതിനെ കളിയാക്കി നശിപ്പിച്ചു വിടുന്നുണ്ട്. ഇന്റർനാഷണൽ ഇതിൽ ഇയാൾ എത്തിയപ്പോ ലേറ്റായി, ഇയാൾക്ക് റെഡ് കാർപ്പറ്റ് ഇത് കിട്ടിയെന്ന് പറഞ്ഞിട്ട് റെഡ് കാർപ്പറ്റ് ആകെ ഇത്ര ഉള്ളൂ. അത് ഇത് യോഗ മാറ്റാന്ന് തോന്നുന്നുണ്ട്. 20 മീറ്ററിന്റെ ഒരു ഇത് ട്രയൽ ഇതായിരുന്നു എന്നൊക്കെ പറഞ്ഞ് ആള് വന്നതിനും പോയതിനും ഒക്കെ കളിയാക്കുന്നുണ്ട്. അവിടെ ഒന്നും ലോകരാഷ്ട്രങ്ങൾക്ക് മുമ്പിൽ വിശ്വഗുരുവിനാരും ഒന്നും പറയണില്ല. ഈ ഒരു സാധനം ചെന്നിട്ട് വേണം ഇനി ആൾക്കാർക്ക് നമ്മുടെ രാജ്യം അപമാനിക്കപ്പെടാൻ വേണ്ടിയിട്ട്. അപ്പൊ സത്യത്തില് ഇതില് ആൾക്കാരുടെ സപ്പോർട്ട് കിട്ടുന്നതിന്റെ ഒരു പരിപാടി എന്ന് പറയുന്നത് ആൾക്കാർ ഫ്രസ്ട്രേറ്റഡ് ആണ്. നല്ല ഫ്രസ്ട്രേറ്റഡ്. ഈ ഒരു സംഭവത്തിൽ മാത്രമല്ല, ഇവിടെ എന്ത് ചെയ്തിട്ട് ഒരു കാര്യമില്ല എന്നുള്ള ഒരു മൂഡിൽ എല്ലാവരും നിൽക്കണ്ടായിരുന്നത്. പക്ഷെ സ്വാഭാവികമായിട്ട് പ്രതിപക്ഷം അതിലൊരുവിധം പരാജയം തന്നെയാണ്. ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ല. അല്ലെങ്കിൽ ഈ ഇലക്ഷനിലൊക്കെ എന്തെങ്കിലും അതിന്റെ റിഫ്ലക്ട് ചെയ്യേണ്ടത്. പക്ഷെ ഇത്രയും നാൾ ചെയ്തതിനേക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു ഈ ഒരു ഒറ്റ അല്ല, ആൾക്കാർക്ക് ന്യൂട്രലായ ഒരു സ്ഥലം വേണമായിരുന്നു ചെന്ന് സപ്പോർട്ട് പിടിക്കാൻ. അതായത് ഇത് ഈ പറഞ്ഞതിൽ BJP-കാരുണ്ട്, എനിക്ക് ഉറപ്പാ. ഈ പ്രൊട്ടസ്റ്റിൽ പറഞ്ഞതിൽ BJP സപ്പോർട്ടേഴ്സും ഉണ്ടായിരുന്നു പണ്ട്. അപ്പൊ അവർക്കും ഓടിച്ചെന്ന് ഇതിൽ ചെന്ന് ഇത് പിടിക്കാൻ പറ്റില്ലല്ലോ. ഒരു സമയത്ത് എനിക്ക് തോന്നുന്നത് AAP-നെ ആൾക്കാർ അങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നു. അതായത് ഇതിനൊരു ബദൽ ആണ് BJP-ക്ക്. ബദലാണെന്ന് കണ്ട സമയത്താണ് അവർക്ക് ഡൽഹിയിലൊക്കെ സപ്പോർട്ട് കയറി വന്നതും എല്ലായിടത്തും കയറി വന്നതും. പക്ഷെ അതും താഴേക്ക് പോയ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു രീതിയിൽ അതും എനിക്ക് തോന്നുന്നില്ല ഒരു സക്സസ്ഫുൾ സംഭവമാണ്. ഞാൻ പറയട്ടെ, എനിക്ക് ഈ അണ്ണാ ഹസാരെയൊക്കെ പങ്കെടുത്ത ഒരു മൂവ്മെന്റ് ഉണ്ടായിരുന്നല്ലോ, അതിൽ നിന്നാണ് ആപ്പ് കയറുന്നത്. ആപ്പ് എന്ന് പറഞ്ഞൊരു പാർട്ടിയായിട്ട് വരുന്ന വൺ ഓഫ് ദി അല്ലെങ്കിൽ ക്വാളിറ്റി എന്ന് ഞാൻ പറയും, അക്കൗണ്ടബിലിറ്റി എന്ന് പറഞ്ഞ സാധനം ഉണ്ടായിരുന്നു. ആർക്ക്? ഈ ആപ്പിന്റെ കേസ് വന്ന ആള് റിസൈൻ ചെയ്ത് പുറത്തു വന്നു. ഇപ്പൊ ആള് മന്ത്രിയായിരുന്നു, CM ആണ്, ആള് രാജിവെച്ച് പുറത്തു പോയല്ലേ ചെയ്തത്. പിന്നെ ഞാൻ അവരുടെ ഭരണം ആ തുടക്കമൊക്കെ ഞാൻ കുറച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നു. ഭരിക്കാൻ സമ്മതിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. അത് ഇവരെ വളരാൻ ഒട്ടും സമ്മതിക്കാത്ത ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പിന്നീട് ലേറ്റർ സ്റ്റേജസിൽ ഇവർ സോഫ്റ്റ് ഹിന്ദുത്വ സൈഡ് പിടിച്ചു തുടങ്ങി. അത് എനിക്ക് തോന്നുന്നത് ഞാൻ അവിടെ ഒരു ലീവേ കൊടുക്കും, അതായത് അത് ഹിന്ദു വോട്ട് ബാങ്ക് അതിന് അപ്പീൽ ചെയ്യാൻ വേണ്ടിയിട്ടാണെന്നുള്ളത് എനിക്കൊരു സോഫ്റ്റ് കോർണർ ഉണ്ട്, അതുകൊണ്ടാണ്. പക്ഷേ ഭരിക്കാൻ സമ്മതിക്കാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. പോരത്തിന് പോലീസ് സിസ്റ്റം സെൻട്രലിന്റെ കീഴിലായിരുന്നു. ദർ ആർ ഇൻസ്റ്റൻസസ് മന്ത്രി സ്റ്റേഷനിൽ ചെന്നിട്ട് ആക്ഷൻ എടുക്കാൻ പറഞ്ഞിട്ടും പോലീസുകാർ അനങ്ങാത്ത അങ്ങനത്തെ സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. പിന്നെ ഭരിക്കാൻ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു ഇവര് ഭരണത്തിൽ കയറിയിട്ട് ഉടനെ ഇറങ്ങിയൊരു സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിനെ ശരിക്കും പറഞ്ഞാൽ നശിപ്പിക്കുകയാണ് ചെയ്തത്. എന്തുകൊണ്ട് ഇങ്ങനെ ഒരു പ്രൊട്ടസ്റ്റിന് ഒരു ഗുണം ഉണ്ടാവില്ല, ഇതിങ്ങനെ പലതും നടക്കും, ഇങ്ങനെ ആപ്പ് വരും ഇവര് വരും, ഇതുകൊണ്ടൊന്നും ഒരു കാര്യമില്ല എന്ന് വിചാരിക്കുന്നിടത്ത് കളി മാറി. അത് തെറ്റാണ്. ആ ഒരു മെന്റാലിറ്റി തെറ്റാണ്. മെന്റാലിറ്റിയിൽ ഇതിനെ സമീപിച്ചേ ഈ 20-ാം തീയതി വരെയും ഇതിന് കാര്യമായിട്ട് എടുത്തിട്ടില്ല. ഇവര് ആരും എടുത്തിട്ടില്ല, ഗവൺമെന്റ്. അതെന്തുകൊണ്ടായിരിക്കും? ഇത് അതുമെല്ലാം പോലെ തന്നെ അങ്ങനെ പൊക്കോളും. ഇതൊരു ഇൻസ്റ്റയിൽ തുടങ്ങിയ പുതിയ പിള്ളേരുടെ ഓൺലൈൻ തമാശ പരിപാടിയാന്നുള്ളൊരു സാധനത്തില് ഇട്ടുപോയി. മറ്റേ ആളെയും പിടിച്ച് കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി അഡ്മിറ്റ് ചെയ്തു. അപ്പൊ ഇത് തന്നെ അങ്ങോട്ട് ഡിസോൾവ് ആയി പൊക്കോളെന്ന് വിചാരിച്ചു. പക്ഷെ ഇത്രയും വലിയ സപ്പോർട്ട് അവര്, എനിക്ക് തോന്നുന്നില്ല അവര് ഇത് പ്രതീക്ഷിച്ചിട്ടുണ്ട്. CJP ഇങ്ങനെ ഈ മൂവ്മെന്റ് ഇത്ര വലുതാണെന്ന് പ്രതീക്ഷിച്ചില്ല. ഇല്ല
ഇതിന്റെ മാത്രം, അതായത് ഈ പറഞ്ഞ നീറ്റ് പേപ്പർ ലീക്ക് മാത്രമല്ല. അല്ല, അതാ ഞാൻ പറഞ്ഞു, ഫ്രസ്ട്രേറ്റഡ് ആയിരുന്നു. അതെ, ആൾക്കാർക്ക് പല കാര്യത്തിലും ഇപ്പൊ അവരെ ചോദിക്കണേ, ബാക്കിയുള്ള കാര്യങ്ങളിൽ വന്നപ്പോഴൊന്നും പ്രതികരിക്കാൻ. പിന്നെ ഇയാളെ ഇപ്പൊ ഇതിന് വേണ്ട ആക്ഷൻസ് എടുത്തു എന്ന് പറയുന്നുണ്ട്. ഇത് ഇവരെ ഏൽപ്പിച്ചു. ഇത് ആദ്യമായിട്ട് നടക്കുന്ന കാര്യത്തിന് എടുത്ത ആക്ഷൻ അല്ല ഇത്. ഇത് തുടരെ തുടരെ കുറെ സംഭവം നടന്നിട്ട് ഇപ്പോഴാണ് ഇവരെ ആക്ഷൻ. ഇപ്പൊ നമ്മുടെ അതായത് വന്നിട്ട് ഈ പറഞ്ഞിട്ട് പരിപാടി നീറ്റ് നടത്തി റിസൾട്ട് അനൗൺസ് ചെയ്തു, പോരെ തന്നെ CBI ഏൽപ്പിച്ചു എന്ന് പറയുന്നത്. ഇനിയിപ്പോ നിങ്ങൾ എന്തിനു പ്രൊട്ടസ്റ്റ് ചെയ്യുന്നു എന്നുള്ള ചോദ്യം. പക്ഷേ ഇത് ആദ്യമായിട്ടല്ല പേപ്പർ ചോർന്ന്. ഈ ധർമ്മേന്ദ്ര പ്രധാന്റെ കീഴിൽ ആദ്യമായിട്ടല്ല പേപ്പർ ചോർന്ന്. 2024 പേപ്പർ ചോർന്നതാണ്. എന്നിട്ട് അന്ന് എന്തുണ്ടായി, ഈ എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കീഴിൽ തന്നെ 2 തവണ മേജർ വാർണിംഗ് കൊടുത്തതാണ്. എഡ്യൂക്കേഷൻ മിനിസ്ട്രിയുടെ കീഴിൽ ഒരു എക്സ്പേർട്ട് പാനൽ അവർ രൂപീകരിച്ചു 2024 ഒക്ടോബറിൽ. ISRO ചീഫ് രാധാകൃഷ്ണൻ പുള്ളിയായിരുന്നു അതിൻ്റെ ചെയർ. അപ്പോൾ അവരൊരു ആക്ഷണബിൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യേണ്ടായി. അതിൽ പറഞ്ഞിരിക്കുന്നത്, ഓക്കെ, നിങ്ങൾ എക്സാം സെൻറ്ററിൽ പേപ്പർ പ്രിന്റ് ചെയ്യുക, പിന്നെ എൻക്രിപ്റ്റ് ദം ഇൻ ട്രാൻസ്പോർട്ട് ജിയോ ടാഗ് ചെയ്യുക, പിന്നെ ഈ മിസ്കണ്ടക്റ്റിൻ്റെ ഹിസ്റ്ററിയുള്ള ഏത് സെൻറ്ററിനെയും ബ്ലാക്ക് ലിസ്റ്റ് ചെയ്യുക, ഒഴിവാക്കുക. ഇങ്ങനെ ആക്ഷനബിൾ ആയിട്ടുള്ള റിപ്പോർട്ട് കൊടുത്തു. പക്ഷേ ഇതിന് ശേഷം ഈ 2025 ഒരു പാർലമെന്റ് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ഇത് പുനഃപരിശോധിച്ചു. ഓക്കെ, എന്തൊക്കെ ആക്ഷൻസ് ഉണ്ടായിരുന്നു പുനഃപരിശോധിച്ചപ്പോഴും ഈ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത ഫേംസ് ഒക്കെ, പിന്നെ ഇപ്പോൾ നീ മഹാരാഷ്ട്രയിലെ ഒരു ഫേമിനെ നീ ബ്ലാക്ക് ലിസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവർ കേരളത്തിൽ ഫേം തുടങ്ങും. അവർ തുടങ്ങിയിട്ട് അവർ സെയിം ഫേം തന്നെ കോൺട്രാക്ട് പിടിക്കുന്നുണ്ട്. അപ്പോൾ NTA എന്താ പറയുക, കമ്മിറ്റി ഇത് NTA എടുത്ത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു, ഇങ്ങനെ നടക്കുന്നുണ്ട്, നിങ്ങൾ ആക്ഷൻ എടുക്കണം എന്നുള്ളത് അറിയിച്ചിട്ടുള്ളതാണ്. എന്നിട്ട് ആക്ഷൻ ഉണ്ടായില്ല, ഇതുപോലെ വീഴ്ചയുണ്ടായി. ഇത് മാത്രമല്ല, പോരാ തന്നെ CBSEയുടെ കേസിൽ നമ്മൾ കേട്ടത് 3 സ്റ്റുഡൻസിന്റെ കാര്യം ഞാൻ പറയാം. ഒന്ന് 19 വയസ്സുള്ള നിസർഗ അധികാരി എന്ന് പറഞ്ഞ പയ്യൻ, എത്തിക്കൽ ഹാക്കറാണ്, ടീനേജറാണ്. അപ്പൊ ആള് ഇപ്പൊ CBSE OSM എന്ന് പറഞ്ഞ പേര്, ഓൺ സ്ക്രീൻ മാർക്കിങ്ങോ അങ്ങനെ ഒരു പുതിയ സിസ്റ്റത്തിലോട്ട് മാറിയിട്ടുണ്ട്. ഈ പോർട്ടലിന്റെ സെക്യൂരിറ്റി വളരെ മോശമാണെന്നുള്ളത് ഈ 19 വയസ്സുള്ള പയ്യനാണത് നോക്കിയിട്ട് പറയുന്നത്, അല്ലെങ്കിൽ ആള് ചെക്ക് ചെയ്തിട്ട്. എന്നിട്ട് ആള് CBSEക്ക് കുറെ മെയിൽ അയച്ചു, ഇങ്ങനെയൊക്കെയാണ് പരിപാടി, പാസ്വേഡ് റീസെറ്റ് ചെയ്യാൻ പറ്റും, മാർക്ക് വേണമെങ്കിൽ മാറ്റാൻ പറ്റും, ഇതൊക്കെയാണ്. CBSE കുറെ മെയിൽ അയച്ചു, പക്ഷേ റെസ്പോൺസ് ഉണ്ടായില്ല. അപ്പോൾ ആളിത് ട്വിറ്ററിൽ അല്ലെങ്കിൽ എക്സിലോട്ട് പോസ്റ്റ് ചെയ്തു. എന്നിട്ട് അതിന്റെ പുറകെ കുറെ ഒച്ചപ്പാടൊക്കെ ഉണ്ടായിരുന്നല്ലാതെ പ്രത്യേകിച്ച് ഒരു ആക്ഷൻ ഉണ്ടായില്ല. പക്ഷെ ഫൈനലി ഇവർക്ക് അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അതായത് ഇവർ റിസൾട്ട് അനൗൺസ് ചെയ്തതിനു ശേഷം കുറെ ഡിസ്ക്രിപ്പൻസീസ് ഉണ്ടായി. അതിന് ഇവർക്ക് ഓക്കെ, ചെറിയ വൾണറബിലിറ്റീസ് ഉണ്ടായിരുന്നു ഞങ്ങളുടെ സിസ്റ്റത്തിൽ നിന്ന്, അക്സെപ്റ്റ് ചെയ്യേണ്ടി വന്നു. അതുപോലെ സാർത്ഥക് സിത്തൻ എന്ന് പറഞ്ഞ 12ാം ക്ലാസ്സുകാരൻ പയ്യൻ, അവന് ഒരു ബ്ലോഗ് എഴുതി CBSE ഈ OSMന്റെ കോൺട്രാക്ട് കൊടുത്തേക്കുന്നത് കോയമ്പത്തൂർ എന്ന് പറഞ്ഞൊരു ടീമിന് 6 മാസം മുന്നേ, എക്സാം നടക്കുന്നതിന് 6 മാസം മുന്നെയാണ്. അത് കൊടുക്കാൻ വേണ്ടി അലജഡ്ലി ഇതിന്റെ ടെക്നിക്കൽ എലിജിബിലിറ്റി റിക്വയർമെന്റ് ഇവർ താഴ്ത്തിയിരുന്നു. അതായത് സ്കാനിന്റെ ക്വാളിറ്റി പോലത്തെ പരിപാടികൾ, ടെക്നിക്കൽ എലിജിബിലിറ്റി താഴ്ത്തി ഇത് അവാർഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അലജഡ്ലി. അപ്പോൾ ഈ കോയമ്പത്തൂർ എന്ന് പറഞ്ഞ ഇതേ കമ്പനി തെലങ്കാനയിൽ 2019 ഈ ആൻസർ പേപ്പേഴ്സ് എനിക്കൊന്ന് ഇതുപോലെ ഡിജിറ്റൈസ് ചെയ്യാനുള്ളൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിലവർ തോൽവിയായിരുന്നു. 23 കുട്ടികളുടെ മരണം ഉണ്ടായി ഓവർ ദ റിസൾട്ട് കാരണം 23 കുട്ടികൾ ആത്മഹത്യ ചെയ്തു. പിന്നെ ഈ വേദാന്ത് ശ്രീവാസ്തവ് എന്ന് പറഞ്ഞ ക്ലാസ് 12 സ്റ്റുഡൻറ്, ആൾക്ക് കിട്ടിയ മാർക്ക് കുറവാണ്. ആളുടെ പേപ്പർ എന്ന് പറഞ്ഞ് കൊടുത്തേക്കുന്ന വേറെ സ്റ്റുഡൻറ്റിന്റെ പേപ്പറാണ്. ഇതിനെക്കുറിച്ച് പോസ്റ്റ് ചെയ്തപ്പോൾ പാകിസ്ഥാനിയായി. ഇത് പാകിസ്ഥാനി എന്നിട്ട് ഇവര് ചെന്നു, അവന്റെ വീട്ടിലേക്ക് എത്തിയ അവസാനം. പിന്നെ വേറെ ഇതൊക്കെ ഈ വർഷം നടന്ന സാധനം. പിന്നെ NCERTയുടെ കയ്യിൽ നിന്ന് ടെക്സ്റ്റ് ബുക്സിന്റെ കുറച്ച് ഷോർട്ടേജ് വന്നൊരു സംഭവമുണ്ട്. കുറച്ച് നല്ല ഷോർട്ടേജ് വന്ന സംഭവം. അതെന്തുണ്ടായെന്ന് വെച്ചാൽ 121 കോടിയുടെ ടെൻഡറാണ്. അപ്പോൾ നമ്മൾ സിലബസ് ഉണ്ടാക്കും, അത് കണ്ടന്റ് CBSE ഉണ്ടാക്കും, എന്നിട്ട് അവർ NCERT അവർ കണ്ടന്റ് ഉണ്ടാക്കും. പക്ഷേ ഈ പേപ്പർ പുറത്തുനിന്നാണ് സോഴ്സ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ എലിജിബിലിറ്റി റിക്വയർമെന്റ് ഫോർ ദ കമ്പനി 30 കോടിയെങ്കിലും ടേൺ ഓവർ ഉള്ള ഒരു കമ്പനി ആയിരിക്കണം. പക്ഷെ അത് ടെൻഡർ എടുക്കേണ്ടത് 121 കോടിയുടെ ടെൻഡർ കൊടുക്കുമ്പോൾ റിക്വയർമെന്റ് അങ്ങനെയായിരുന്നു. അത് പക്ഷെ താഴ്ത്തി 10 കോടി ടേൺ ഓവറുള്ള ഒരു കമ്പനിക്ക് കൊടുത്തു. റിക്വയർമെന്റ് ഉണ്ടായിരുന്നത് 20,000 മെട്രിക് ടൺ പേപ്പർ വേണമായിരുന്നു. പക്ഷെ ഇവരെ കൊണ്ട് ഇനീഷ്യലി 4,500 മെട്രിക് ടൺ മാത്രമേ ഇവരെ കൊണ്ട് പ്രൊവൈഡ് ചെയ്യാൻ പറ്റിയുള്ളൂ. ഷോർട്ടേജ് ആയി. അപ്പോൾ അത് ഈ വർഷം നടന്ന മൊത്തത്തിൽ മാത്രമല്ല, അതിന്റെ പുറകോട്ടും ഇഷ്യൂസ് ഉണ്ട്. ഇതിന്റെ വേറൊരു ഏറ്റവും എനിക്ക് കേട്ടപ്പോൾ നല്ല രസകരമായ ഒരു കാര്യം തോന്നുന്നത്, ഈ പറയുന്ന ധർമ്മേന്ദ്ര പ്രധാൻ
ABVP 1997 പേപ്പർ ലീക്കിനെതിരെ സമരം ചെയ്തിട്ടുള്ള മനുഷ്യനാണ്. അതാണ് ഇതിന്റെ വളരെ വൈരുദ്ധ്യങ്ങൾ. എന്നിട്ട് ആള് കയറി വന്നിട്ട് ആളെന്ന് കഴിഞ്ഞാൽ അവിടെ കടിച്ചു തൂങ്ങി നിൽക്കണുണ്ട്. അയാളുടെ റെസിഗ്നേഷൻ എന്തായാലും ഉണ്ടാവില്ല എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ഇത് പറഞ്ഞിട്ടുള്ളത്. ബാക്കി രണ്ടും ചിലപ്പോൾ സമ്മതിക്കായിരിക്കും. പക്ഷെ അതും കൂടി കിട്ടാണ്ട് നിർത്താൻ പാടില്ല. എനിക്ക് തോന്നുന്നില്ല നിൽക്കുന്ന, എനിക്ക് തോന്നുന്നു. അതായത് ഇനി ആയാലും കയറി പറഞ്ഞ ഒരുത്തിനൊരു ഒരു ഇത് വേണ്ടേ, ഒരു പേടി വേണ്ടേ? ഇത് പാളി കഴിഞ്ഞാൽ നാളെ ഇവിടെ നിന്ന് ഇറങ്ങേണ്ടി വരും എന്നുള്ളത്. ആ ഒരു സാധനം ഇപ്പൊ ഇല്ലാത്ത. എന്ത് ചെയ്താലും ആരും അക്കൗണ്ടബിലിറ്റി അതില്ല. ഉത്തരവാദിത്തം ആർക്കും ഒരു ഉത്തരവാദിത്തം ഇല്ല, നമുക്കും ഇല്ല. ഈ രാജ്യത്ത് എന്ത് വേണമെങ്കിലും ആവാന്നുള്ളൊരു നടക്കില്ല, സമ്മതിക്കില്ല. അപ്പൊ ഇത് 15 ഓക്കെ ചീഫ് ജസ്റ്റിസിന്റെ റിമാർക്ക് ഉണ്ടാകുന്നു. 16 CJP ഫോം ചെയ്യുന്നു. 20 ജൂണിന് CJP ജന്തർ മന്ദറിലെ പരിപാടി സ്റ്റാർട്ട് ചെയ്തു. 28 സോനം വാങ്ചുക് ഇത് ജോയിൻ ചെയ്യുന്നത്, 20th ജൂൺ. അപ്പോ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ പോലെ പുള്ളിയെ പിടിച്ച് ചൈനീസ് ഏജന്റ് ആക്കി. പുള്ളി ചൈനീസ് ഏജന്റ് ആണെന്ന് പറഞ്ഞിട്ട് വീഡിയോസ് സർക്കുലേറ്റ് ചെയ്യുന്നു. സംഭവം പുള്ളി 2024 ഇതുപോലെ ഒരു പ്രൊട്ടസ്റ്റ്, എനിക്ക് ലഡാക്കിൽ വെച്ച് പ്രൊട്ടസ്റ്റ് നടന്നപ്പോൾ പുള്ളി പറയുന്നുണ്ട്, ഇനി ചൈനീസ് സോൾജേഴ്സ് ഇതുവഴിയൊന്നും നമ്മൾ വഴി കാണിച്ചു കൊടുക്കും എന്ന് പറയുന്ന ഒരു ക്ലിപ്പാണ് കിടന്ന് കറങ്ങുന്നത്. പക്ഷെ ആ ക്ലിപ്പിന്റെ ആ ഡ്യൂറേഷൻ കുറച്ചൊന്നും ഇങ്ങോട്ട് മാറ്റിയ പുള്ളി പറഞ്ഞു ഒരു സ്റ്റാൻഡപ്പ് കോമിക്ക് പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി ഒരു ചെറിയ കഥ പോലെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അതിന്ന് ഒരു സെലക്റ്റീവ് ഭാഗം മാത്രം എടുത്തിട്ട് ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നത്. അതായത് നീ എന്തെങ്കിലും ഒരു ചോദ്യം ഉന്നയിക്കുകയാണ്, അല്ലെങ്കിൽ നീ ഒരു കോസിന് വേണ്ടി നിൽക്കുമ്പോൾ നിന്നെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുന്നതാണ് ആദ്യം ചെയ്യുന്നത്. അതിനെന്ത് ചെയ്യാൻ പറ്റുന്നുള്ള ആദ്യം നോക്കുന്നത്. ഈ പറഞ്ഞ പോലെ നമ്മള് വാർത്താ ചാനൽ മാത്രം കാണുന്നവരാണെങ്കിൽ നീ കണ്ടിരുന്നത് വീഡിയോ ഉണ്ടാക്കി കാർ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത് NDTV അല്ലേ? NDTV ആണോ? ഏത്? പിന്നെ അർണബിന്റെ മെയിൻ അന്ന് രാത്രി അർണബിന്റെ #violence by CJP ഗുണ്ടകൾ എന്താണ് റിസോർട്ട് ടു വയലൻസ്. എന്താണ് ഇത്? ഒരു ഉളുപ്പില്ലെന്ന് ആലോചിക്കുന്നത് ഇവന്മാർക്കൊന്നും. മെയിൻ സ്ട്രീം മീഡിയ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സ് ഉള്ള നാഷണൽ മീഡിയ കേരളത്തിൽ മാത്രമാണ് ഈ സാധനം റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. പ്രോപ്പറായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഞാൻ പറയട്ടെ, എന്റെ പ്രോപ്പർ ന്യൂസ് സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇൻസ്റ്റാഗ്രാമിൽ നിന്ന് ഇൻഡിപെൻഡന്റ് കുറച്ച് ജേർണലിസ്റ്റുകളുടെ ഞാൻ ഫോളോ ചെയ്യുന്നത്. ആ ഒരു വഴിയാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് പ്രിന്റ് മീഡിയയുടെ കേസ് എങ്ങനെയാണെന്ന് അറിയില്ല, കാരണം ഞാൻ അങ്ങനെ പ്രിന്റ് മീഡിയ വായിക്കുന്നില്ല. കുറച്ച് നല്ല ജേർണലിസം എനിക്കൊന്ന് അൺഫിൽറ്റേഡ് ബൈ സംതീഷ് നമ്മളിന്ന് കണ്ടു. അൺഫിൽറ്റേഡ് ബൈ സംതീഷ് എന്ന് പറഞ്ഞിട്ട് ഒരു ഇൻസ്റ്റാഗ്രാമിൽ ചാനലുണ്ട് പുള്ളിയുടെ, യൂട്യൂബിൽ അതന്നെ തോന്നുന്നു. അപ്പൊ പുള്ളി അതിനകത്ത് പ്രൊട്ടസ്റ്റ് സൈറ്റിൽ പുള്ളിയുടെ ടീമായിട്ട് പുള്ളി എടുത്ത വീഡിയോസ്, അതില് എസ്പെഷ്യലി 20th ആണോ അത് 56 മിനിറ്റിന്റെ 21 ഇട്ടുണ്ടാവുള്ളൂ. അന്ന് ഇടാൻ പറ്റിണ്ടാവില്ല, അവിടെ നെറ്റും ഇതൊക്കെ കളഞ്ഞേക്കല്ലേ. 56 മിനിറ്റിന്റെ ഒരു വീഡിയോ ഉണ്ട്. പിന്നെ പോരാത്തതിന് അതിനുശേഷം ഇന്നും ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, ചുമ്മാ ഒന്ന് എടുത്ത് നോക്കൂ. അതിൽ കറക്റ്റ് ആയിട്ട് കവർ ചെയ്യുന്നുണ്ട് കാര്യങ്ങൾ. കുറെ ഇൻസ്റ്റാഗ്രാമും ഫേസ്ബുക്കും ഒക്കെ ഈ പോലീസ് ബ്രുട്ടാലിറ്റിയുടെ കുറെ വീഡിയോസ് എടുത്ത് കളയുന്നുണ്ട്. അതായത് പിന്നെ അതുപോലെ ഇങ്ങനെ സംസാരിക്കുന്ന കുറച്ച് ഈ പറഞ്ഞ ഇൻഡിപെൻഡന്റ് ജേർണലിസ്റ്റുകൾ ഫോളോ ചെയ്യുന്നുണ്ട്. ചിലരുടെ അക്കൗണ്ടിനെ റെസ്ട്രിക്ട് ചെയ്യുന്നുണ്ട്, റീച്ച്, അതായത് റീച്ച് ഇസ് ഡൺ, അങ്ങനത്തെ ഇഷ്യൂസ് ഉണ്ട്. പിന്നെ ഇത് യൂത്തിന്റെ ഒരു പ്രൊട്ടസ്റ്റ് ആവണ സ്ഥിതിക്ക് ഇത് എത്ര കാലം നോൺ വയലന്റ് ആവുമെന്ന് പറയാൻ പറ്റില്ല. എടാ അതിനകത്ത് വോളണ്ടിയേഴ്സ് ഓടി നടന്ന് നിർത്ത്, അതായത് പറഞ്ഞ അങ്ങനെ വന്ന് ഇടയിൽ നിൽക്കുന്നുണ്ട്. അതായത് പക്ഷെ പോരാത്തന്നെ അങ്ങോട്ട് വരുന്ന ആൾക്കാരെ ഏതൊക്കെ അല്ലെങ്കിൽ അവരുടെ ഉദ്ദേശം എന്താണെന്നും ഒന്നും പറയാൻ പറ്റില്ല. 17 ഇവിടുന്ന് ഒരു കല്ല് അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഇവിടെ ഇരുന്ന് കാണുമ്പോ തന്നെ തലതിരിക്കുന്നുണ്ട്. ഒരെണ്ണം കൊടുക്കണ്ടവർക്ക് എന്നുള്ളൊരു രീതിയിൽ ആദ്യം തോന്നാ. ഇത് അവിടെ ആ ഗ്രൗണ്ടിൽ ഇറങ്ങി കളിക്കുന്നവന് ഇതേ ഫീൽ ഉണ്ടാവില്ലേ? കയ്യിൽ നിന്ന് പോണ ഒരു പോയിന്റ് ഉണ്ടാവില്ലേ? ഇത് ആദ്യത്തെ 1-2 ദിവസം നമ്മള് ഒരു 10 അടി അല്ല 10 വേണ്ട, ഒരടി നിനക്ക് കിട്ടിയാൽ നിനക്ക് തിരിച്ചടിക്കാനുള്ള ടെൻഡൻസി ഉണ്ടാവില്ലേ? അതുണ്ടാവും. എപ്പോഴെങ്കിലും ഗ്യാപ്പിൽ കിട്ടിയ 2 കൊടുക്കണമെന്ന് തോന്നില്ലേ? പക്ഷെ അത് അവിടെയും ഇവര് സമാധാനം പറ്റണ പോലെ നോൺ വയലൻസ് പിടിക്കുന്നുണ്ടെന്നുള്ളതാണ് വളരെ കമന്റബിൾ. അതാ പറഞ്ഞ, അത് എത്ര നാളുണ്ടാവും പറയാൻ പറ്റില്ല. ഇപ്പൊ പഴയ ഇയാളുടെ ഒരു തന്മയ് ഭട്ടിന്റെ ഒരു വീഡിയോ ഉണ്ട്. അതില് ഈ പിള്ളേര് പ്രൊട്ടസ്റ്റിന് ഇറങ്ങിയതിനെ പറ്റിയ പറയുന്നുണ്ട്. പിള്ളേര് അവസാനം എന്ത് ചെയ്തു? നോൺ വയലന്റ് പ്രൊട്ടസ്റ്റിന് ഇറങ്ങി. ഏത് യൂത്ത് എന്ന് പറഞ്ഞാൽ 4 പിള്ളേര് കൂടി ഒന്നൊരുത്തം മറ്റൊരുത്തന്റെ സാമാനത്ത് പഠിക്കും. ആ പിള്ളേരാണ് നോൺ വയലന്റ് ആയിട്ട് ഇറങ്ങണേന്നൊക്കെ പറഞ്ഞിട്ട് ഇയാള്. പണ്ടൊക്കെ ഭഗത് സിംഗിന്റെ കാലത്ത് ഇൻഗുലാബ് സിന്ദാബാദ് ആയിരുന്നു എന്നുണ്ടെങ്കിൽ ഇപ്പോഴത്തെ പിള്ളേരുടെ മുദ്രാവാക്യം എന്ന് പറയുന്നത് മൂട്ട്മാരോ സ്റ്റുഡൻസ് നെയ്യുന്ന പറയണേ. അപ്പൊ ആ ലെവലിലാണ് യൂത്ത് ഉള്ളത്. അത്ര എനർജി ഇതൊക്കെ ഉള്ള ആൾക്കാരാ.
അവര് ഈ പറയണ പോലെ ഇടയ്ക്ക് മോന്താകുമ്പോ ഒരു പടക്കമൊക്കെ പിടിച്ചിട്ട് ഓടുന്നുണ്ട്. 2-3 കിട്ടുമ്പോ ഒരുത്തൻ ഓടിപ്പോകുമ്പോ കാല് ഇങ്ങനെ തട്ടിയിട്ട് ഇടുന്ന ഒരുത്തൻ ഉണ്ടല്ലോ, അവൻ തിരിച്ചങ്ങോട്ട് നടക്കുന്നുണ്ട്. അവൻ അവിടെ നിന്ന് ഈ പ്രശ്നത്തിൽ നിന്ന് ഇവർ ഒഴിവാക്കുമ്പോ ഓടിപ്പോവാണ്. ഓടിപ്പോണവന്റെ കാല് പിന്നീന്ന് തട്ടി താഴെ ഇടാണ്. ഇതിന്റെ ഈ പറഞ്ഞ പോലീസിന്റെ യൂണിഫോം ഇട്ടവന്മാരുണ്ടാവുമല്ലോ, ചെറിയ സാഡിസ്റ്റ് ഇങ്ങനത്തെ ആൾക്കാര്, അതില് മുഴുവൻ പേരും ഇതിനെ അങ്ങനെ അടിച്ചമർത്തണം എന്നുള്ളവരായിരിക്കില്ല. അവരും ഈ പറഞ്ഞ പോലെ. പക്ഷെ എന്നിരുന്നാലും ഉപയോഗിക്കുന്ന ഫോഴ്സ് അതെന്ന് പറഞ്ഞാൽ ഇറ്റ് ഷുഡ് ബി പ്രൊപ്പോർഷണൽ ടു, വേണ്ടുന്ന അത്ര ഫോഴ്സ് ഉപയോഗിച്ചാൽ മതി, അല്ലാതെ ചുമ്മാ കയറി മേയേണ്ട കാര്യമില്ലല്ലോ. അവിടെയല്ലേ പ്രശ്നം? ഒരുത്തനെ കിട്ടി കഴിയുമ്പോ എടുത്തിട്ട് തല്ലാണ് ശരി. അതല്ലേ പ്രശ്നം, ചുമ്മാ വളഞ്ഞിട്ട് ആക്രമമല്ലേ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോ ഇപ്പൊ നമ്മുടെ നാട്ടില് ഇതിപ്പോ ഒരു പ്രൊസീജിയർ ആയിട്ടാണ്, അതായത് ഒരു സമരം മുദ്രാവാക്യം വിളിച്ച് ഇത് പോവാണെന്നുണ്ടെങ്കിൽ ഒക്കെ മിനിമം പോലീസിന്റെ ബാരിക്കേഡ് പോയി 4 ഉന്തുണ്ടണം, പിന്നെ പോലീസിന്റെ വണ്ടി വരണം, വണ്ടി കയറ്റി പോകണം, അതിൻ്റെ ഒരു 4 ചിന്താമത വിളിക്കണം, അപ്പൊ അതിന് 4 ഫോട്ടോ കിട്ടണം, നേതാവ്, ഇങ്ങനത്തെ സാധനങ്ങൾ നമ്മുടെ നാട്ടിൽ അത് പ്രൊസീജിയർ ആയിട്ട് ഉണ്ട്. അതൊരു ഒരു വീഡിയോ കണ്ടത്, ഇവര് ഭയങ്കര ആവേശത്തില് ഒരു വീഡിയോ കണ്ടോ, ഭയങ്കര ആവേശം മൂത്ത് സിന്ദാബാദൊക്കെ വിളിച്ചു വന്നു, പോലീസുകാരുണ്ട്, ബാരിക്കേഡ് ഉണ്ട്, പക്ഷെ അറസ്റ്റ് ചെയ്തോളൂ വണ്ടി എത്തിയില്ല. എല്ലാരും ചില്ല് ചെയ്തു. പിന്നെ പോലീസുകാരോട് വർത്താനൊക്കെ പറഞ്ഞു നിൽക്കുന്നേ. ഇത് കഴിഞ്ഞ് പിന്നെ പയ്യെ വണ്ടി പിന്നെ ആവേശം. അല്ല, അതാ പറഞ്ഞേ, അങ്ങനത്തെ പ്രൊട്ടസ്റ്റുകളെ കണ്ട് നമുക്ക് മടുത്തു, ആൾക്കാർക്ക് മടുത്തു. അപ്പൊ ഇത് ഭയങ്കര ജെന്യൂൻ അല്ലേ ഇതില്? അത് ഡെമോക്രസിയുടെ പ്രോപ്പർ ഒരു സാധനമാണ്. അതായത് എനിക്ക് ഡിസന്റ്, അതായത് എനിക്ക് ഇതിനോട് അഭിപ്രായ ഭിന്നതയുണ്ട്, നിങ്ങളുടെ തീരുമാനത്തിനോട് എനിക്ക് അഭിപ്രായ ഭിന്നതയുണ്ട്, എനിക്കത് പ്രകടിപ്പിക്കാനുള്ള സ്വാതന്ത്ര്യം എന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. അപ്പൊ അത് ഞാൻ രേഖപ്പെടുത്തുന്നു, അതൊക്കെ അറസ്റ്റ് വാട്ടവർ. അതിലൊക്കെ ഒരു അതാ പറഞ്ഞ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഒരു സമരത്തിനേക്കാൾ ഇതിന് വ്യത്യസ്തമാക്കുന്ന ഒരു സാധനം ഉണ്ട്. ഇതിൽ വന്നു നിൽക്കണ എല്ലാവരും നാളത്തെ ഒരു പൊളിറ്റിക്കൽ ഫ്യൂച്ചർ കാണുന്നുണ്ട് ഈ സമരത്തില്, ഒരു പൊളിറ്റിക്കൽ സമരത്തില്. അതിലൊരു ഫോട്ടോയും കിട്ടണം, 2 അടി കിട്ടി കഴിഞ്ഞാൽ അവന്റെ മെഡലാണ്. ഇവിടെ ഈ വന്ന് പാർട്ടിസിപ്പേറ്റ് ചെയ്യണേല് ഒരു വലിയ വിഭാഗത്തിന് ഫോഴ്സ് ചെയ്തിട്ടുണ്ടോ, നാളെ പരിപാടി ഉണ്ട്, വരണം, നീ മാർച്ചുള്ളതാ, നീ നമുക്ക് ആൾക്കാരില്ലാതെ നീ മറ്റോടത്തുനിന്ന് ഇന്ത്യൻ പ്രണയകഥയിൽ ഇതുപോലെ അവിടെ നിന്ന് ചോദ്യം ചെയ്യും, ഇവിടെ നമ്മുടെ കമ്മിറ്റിന്ന് ആകെ ഇത്ര ആളെ വന്നുള്ളൂ, അവിടെ നിന്ന് ഇത്ര ആളെ വന്നുള്ളൂ, ആകെ മോശക്കാണ്. പക്ഷെ ഇവിടെ വന്നിട്ടുള്ള എല്ലാ ഒരുത്തിനും സെൽഫ് ഡ്രിവൺ ഒരു സാധനത്തിലാണ് വന്നിട്ടുള്ളത്. എല്ലാവർക്കും വീട്ടിലിരിക്കാൻ പറ്റാണ്ട് ഇതില് ഞാനും ചെല്ലണം എന്നുള്ളൊരു സാധനത്തില് മോട്ടിവേറ്റഡ് ആയിട്ട് വരുന്ന ആൾക്കാർ. അത് കാരണം ഇവര് മുന്നോട്ട് പോകും, ഈ മൂവ്മെന്റ് മുന്നോട്ട് തന്നെ പോകും. ഉന്തി തള്ളിയ ഒരു ഫ്രണ്ടിക്ക് തന്നെ കയറി 2 അടി കിട്ടിയാലും പ്രശ്നമില്ല എന്നുള്ള. പക്ഷെ അവിടെ എനിക്ക് ആഡ് ചെയ്യാനുള്ള കാര്യം എന്ന് വെച്ചാൽ, ഒരിക്കലും നമ്മുടെ വിശ്വാസം അല്ലെങ്കിൽ ഇത് ഇറ്റ് ഷുഡ് നോട്ട് ബി അബൌട്ട് അഭിജിത്ത് തിപ്കെ, അല്ലെങ്കിൽ ഇറ്റ് ഷുഡ് നോട്ട് ബി അബൌട്ട് ദ പാർട്ടി. അതാ ഞാൻ പറഞ്ഞത്. ഒരിക്കലും ഇപ്പോ ഇനി നാളെ അഭിജിത്ത് തിപ്കെ പോയി BJP ചേർന്നാൽ ഈ മൂവ്മെന്റ് ഡിസ്ക്രെഡിറ്റഡ് ആവും, അല്ലെങ്കിൽ അങ്ങനെയുള്ള നെറേറ്റീവ്സ് വരും. ഇങ്ങനെയുള്ള പ്രൊട്ടസ്റ്റ് ഇതൊക്കെ ചുമ്മാതാണ്, ഇതിനുശേഷം ഇവന്മാർ ചെയ്താണ്ടോ, പിന്നെ നാളെ ഒരു സംഭവം നടന്നു, അതിന് പ്രൊട്ടസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആദ്യം ഇങ്ങനത്തെ നെറേറ്റീവ്സ് ഇറങ്ങും. എന്തിനു ചെയ്യണം, നമ്മൾ എന്തിനു ഇറങ്ങണം, ഇതുപോലെ ഇതിന്റെ റിസൾട്ട് ഇതെല്ലാം ഉണ്ടായി, അതുപോലെ ആപ്പ് കറക്റ്റ് ആയില്ലേ. ഞാൻ പറഞ്ഞു വന്നത് വെച്ച് കഴിഞ്ഞാല്, ഇതില് ഇറ്റ്സ് നോട്ട് അബൌട്ട് രാഹുൽ ഗാന്ധി. ഇത് രാഹുൽ ഗാന്ധി എന്ത് പറഞ്ഞു, രാഹുൽ ഗാന്ധി ആൾക്കാരെ ഇറക്കി, ആപ്പ് ഇറക്കി, ഇങ്ങനെയുള്ള നാരറ്റീവ്സ് ഒക്കെ വരുന്നു. ഇതല്ല കാര്യം. ശരിക്കും അതിന്റെ കോർ ഉള്ള ഐഡിയ എന്താണ്, എന്തിനാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു വോയിസ് ഉണ്ട്, അക്കൗണ്ടബിലിറ്റി ഗവൺമെന്റിനോട് ചോദിക്കാനുള്ള ഒരു പ്രൊട്ടസ്റ്റ് ആണിത്. അത് മാത്രമാണ്, അത്രേ ഉള്ളൂ. അതിന്റെ പുറമെ ഈ ഇടുന്ന ലേയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിലാണ് ആൾക്കാർ ഈ പറഞ്ഞ പോലെ നെറേറ്റീവ്സ് ബിൽഡ് ചെയ്യുന്നത്. ഇത് ഇങ്ങനത്തെ സാധനം, അത് അങ്ങനത്തെ സാധനമാണ്. അല്ല, ശരിക്കും ഇറ്റ്സ് ഓൾ അബൌട്ട് ആസ്കിങ് അക്കൗണ്ടബിലിറ്റി ഫ്രം ദ ഗവൺമെന്റ്. നീ അതിൽ വന്നിട്ടുള്ള കുറെ പേര് പറയുന്നുണ്ട്, ഞാൻ CJP ഫോളോവർ അല്ല, CJPനെ സപ്പോർട്ട് ചെയ്തിട്ടല്ല പറഞ്ഞത്, അവരാ കോസിനാണ് വരുന്നത്. അല്ലാണ്ട് എനിക്ക് തോന്നുന്നത് നാളെ ഇതിലത്തെ CJP ലീഡ് ചെയ്തിട്ടുള്ള ഇയാള് പോയിട്ട് വേറൊരു പാർട്ടി ചേർന്നാലും ഇതിനൊരു അങ്ങനെ നമ്മൾ ബ്ലൈൻഡ് ആയിട്ട് ആരുടെ നരേറ്റീവ് വിശ്വസിക്കരുതെന്നാണ് ഞാൻ പറഞ്ഞത്. അത്രേ ഒരാളെയും അങ്ങനെ ആരാധിച്ചുകൊണ്ടുപോകേണ്ട. പക്ഷെ നമ്മുടെ ഇവിടുത്തെ കൾച്ചർ അതല്ലേ, നീ ശരിക്കും ആലോചിച്ച് നോക്ക്. പീപ്പിൾ വാണ്ട് ടു ബിലീവ് ഇൻ പീപ്പിൾ. ഐഡിയോളജിയുടെ അതിനേക്കാൾ മേളിലാണ് ആൾക്കാരുള്ള വിശ്വാസം പ്ലേസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ മോദിജി ദൈവം അല്ലേ? മോദിജിനെ ആൾക്കാർ ദൈവാക്കല്ല, ഇയാള് വന്നിട്ട് പറയാണ് ഞാൻ ബയോളജിക്കലി ജനിച്ചതല്ല, ഞാൻ അതൊക്കെ അല്ല, ഒന്നും പറയാനില്ല. എന്നിട്ട്
അല്ല, അത് അങ്ങനെയൊക്കെ കാണുന്ന ആൾക്കാര് നമ്മളെ ദൈവം ഭരിക്കണ്ട അത്രയ്ക്കുള്ള ആൾക്കാർ പറയുന്നുണ്ട്. പിന്നെ ചോദിക്കണം, വൈ പ്രൊട്ടസ്റ്റ്? എന്തിനാണ് നമ്മൾ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്? അതല്ല നീ ഇത്ര നേരം പറഞ്ഞോണ്ടിരുന്നത് വൈ പ്രൊട്ടസ്റ്റ് എന്നുള്ളത്. എഴുതി വെച്ചൊക്കെ തീർക്കണ്ടേ? അല്ല, ഞാൻ ജനറലി പറയാം, പണ്ട് സ്കൂളിൽ പഠിച്ചു മറന്ന സാധനമാണ് വാട്ട് ആർ ദ പില്ലേഴ്സ് ഓഫ് ഡെമോക്രസി. അങ്ങനെ ചോദിച്ചാൽ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട് 4 ഉണ്ട്, പിന്നെ അതിന്റെ ഗൈഡിങ് പ്രിൻസിപ്പിളായിട്ട് 4 ഉണ്ട്. ഞാൻ ഇത് പറയാം, അപ്പൊ നീ ഇതൊക്കെ ഉണ്ടോ, ഇതൊക്കെ പ്രോപ്പർ ആണോ എന്നുള്ളത് നീ ഒന്ന് ആലോചിച്ചിട്ട് പറയണേ. ഒന്ന്, ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള ഒരു 4 പില്ലേഴ്സ്, 4 പില്ലേഴ്സ് ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ട്. അത് പറയുന്നതിന് വേണ്ടി നാവ് അടിക്കണം, ഒരു ടങ് ക്ലീനർ മേടിക്കാൻ ഓർമ്മിക്കുന്നുണ്ടാ. അപ്പോ ഇൻസ്റ്റിറ്റ്യൂഷണൽ ആയിട്ടുള്ള സാധനങ്ങൾ ഞാൻ പറയാം. ലെജിസ്ലേച്ചർ, അതായത് എലക്ടഡ് ബോഡി റെസ്പോൺസിബിൾ ഫോർ ആൻഡ് ക്രിയേറ്റിംഗ് ലോസ്. ഓക്കെ, നിയമനിർമ്മാണത്തിന് തെരഞ്ഞെടുക്കപ്പെട്ടിട്ടുള്ള. മലയാളത്തിൽ പറഞ്ഞു വേണ്ട, പറഞ്ഞോ നീ ഹിന്ദിയിൽ പറ. അതെ. രണ്ടാമത്തെ എക്സിക്യൂട്ടീവ്, അതെന്ന് പറഞ്ഞാല് ഗവൺമെന്റ് ആൻഡ് അഡ്മിനിസ്ട്രേറ്റീവ് ബോഡി റെസ്പോൺസിബിൾ ഫോർ എൻഫോഴ്സിംഗ് ആൻഡ് ഇംപ്ലിമെന്റിംഗ് ദോസ് ലോസ്. അതായത് ബ്യൂറോക്രസി, ആ ചട്ടക്കൂട് ഉണ്ടാക്കിയിട്ടുള്ള നിയമം ബ്യൂറോക്രസി നടപ്പിലാക്കണം. ഓക്കെ. അടുത്തത് ജുഡീഷ്യറി, ദ ഇൻഡിപെൻഡന്റ് കോർട്ട് സിസ്റ്റം ദാറ്റ് ഇന്റർപ്രറ്റ്സ് ലോസ്, സെറ്റിൽസ് ഡിസ്പ്യൂട്ട്സ് ആൻഡ് പ്രൊട്ടക്ട്സ് സിറ്റിസൺസ് റൈറ്റ്സ്. ഇതിൽ നിന്നെല്ലാം ഇതായിട്ട് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ബോഡി ജുഡീഷ്യറി. അത് ഈ പറഞ്ഞ നിയമങ്ങളും വ്യവസ്ഥകളും നടപ്പിലാക്കപ്പെടുന്നത് ഉറപ്പുവരുത്തലല്ലോ അവർ ചെയ്യുന്നത്. അതായത് ഇവരുണ്ടാക്കുന്ന ലോസിനെ ഇന്റർപ്രറ്റ് ചെയ്തിട്ട് തർക്കങ്ങൾ പരിഹരിക്കുന്ന ഒരു ബോഡി. അടുത്തതാണ് മീഡിയ. മീഡിയ ഇതിലുണ്ടോ? എ ഫ്രീ ആൻഡ് ഇൻഡിപെൻഡന്റ് പ്രസ് ദാറ്റ് കീപ്സ് the public informed, ensures transparency and holds leaders accountable. ഞാൻ വീണ്ടും വായിക്കാം. 4th pillar of democracy, media. A free and independent press that keeps the public informed, ensures transparency and holds leaders accountable. ഇത്രയും ഞാൻ കിടന്ന് കത്തിയിട്ടും അഖിൽ അവിടെ കിടന്ന് ഉറങ്ങുന്നുണ്ട്. ഓക്കെ, അപ്പൊ ഇതാണ്. അപ്പൊ നിനക്ക് തോന്നുന്നുണ്ടോ ലെജിസ്ലേച്ചർ, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി ആൻഡ് മീഡിയ ഇതെല്ലാം പ്രോപ്പറായിട്ട് ഫംഗ്ഷൻ ചെയ്യുന്നുണ്ടോ നിനക്ക് തോന്നുന്നുണ്ടോ? ഇത് ഒരെണ്ണം പാളിയാ ബാക്കി എല്ലാം പാളിക്കോളും. ഇപ്പൊ അവസാനത്തെ ഇതായിരുന്നു ജുഡീഷ്യറിയിൽ. ഇപ്പൊ ഇത് കേൾക്കാൻ സമയമില്ല, നീ എല്ലാ ഭാഗത്തും പറ. എല്ലാ ഭാഗത്തും പാളിയുണ്ട്. ഈ 4 തൂണും പൊളിഞ്ഞിട്ടാണ് നമ്മുടെ സ്ഥലം ഇരിക്കുന്നത്. ഓ മൈ ഗാഡ്. പിന്നെ കൂടുതൽ സിലബസിലോട്ട് ഞാൻ പോകുന്നില്ല. അടുത്ത ഗൈഡിങ് പ്രിൻസിപ്പിൾസ് ഉണ്ട്. തൽക്കാലം അത് ഇവിടെ ആവശ്യമില്ല, പറയുന്നില്ല. വായിച്ചു വരുമ്പോൾ ഇത്രയും ഇംഗ്ലീഷ് കൊണ്ട് പറ്റില്ല. പിന്നെ അതുപോലെ ഡെമോക്രസിയുടെ ഒരു ഭാഗം തന്നെയാണ് പ്രൊട്ടസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഡിസെന്റ്. എന്ന് പറഞ്ഞാൽ അഭിപ്രായ ഭിന്നത കാണിക്കാനുള്ള അവകാശം. അത് നമുക്ക് നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷൻ തരുന്നുണ്ട്. അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് എ, ഫ്രീഡം ഓഫ് സ്പീച്ച് ആൻഡ് എക്സ്പ്രഷൻ, ആൻഡ് ആർട്ടിക്കിൾ 19 ക്ലോസ് 1 സബ് ക്ലോസ് ബി, ഫ്രീഡം ടു അസംബിൾ പീസ്ഫുള്ളി ആൻഡ് വിത്തൗട്ട് ആംസ്. ഒത്തുചേരാനായിട്ട് എല്ലാവർക്കും സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ അതിന് റെസ്ട്രിക്ഷൻസ് അപ്ലൈ ആണ്. അതായത് സ്റ്റേറ്റിനെ അല്ലെങ്കിൽ ഗവൺമെന്റിനെ ബാധിക്കുന്ന രീതിയിലുള്ളത് കണ്ടു കഴിഞ്ഞാൽ അവർക്ക് അതിന് തടയാനും നിർത്താനുള്ള അവകാശമുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ. ഇതൊക്കെയാണ് നമ്മുടെ അവകാശങ്ങൾ, ഇതൊക്കെയാണ് നമ്മുടെ. പക്ഷെ ഇതൊക്കെ കിട്ടുന്നുണ്ടോ? അതായത് ഇത് ഒരിക്കലും പെർഫെക്റ്റ് അല്ല. നമ്മുടെ രാജ്യം പെർഫെക്റ്റ് അല്ല. പക്ഷെ ഒന്ന് ആലോചിക്കുക, ഇതൊക്കെ. പക്ഷെ കഴിഞ്ഞ കുറെ കാലങ്ങളെ വെച്ച് നോക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ നമുക്കൊരു പ്രതിഷേധം മുന്നോട്ട് കൊണ്ടുവരാൻ എനിക്ക് തോന്നുന്നില്ല. കോൺഗ്രസിന്റെ സമയത്ത് ഒരു പ്രതിഷേധം മുന്നോട്ട് വന്ന ഇതുപോലത്തെ രീതി നിനക്ക് പേടിക്കേണ്ട ഒരു അവസ്ഥയില്ല. പേടിക്കേണ്ട അവസ്ഥയില്ല. നമുക്ക് പറയാം. ഇത് ഇപ്പൊ പറയാൻ പറ്റുന്ന അവസ്ഥയല്ല. ഈ ഒരു പോഡ്കാസ്റ്റ് ചെയ്യുമ്പോൾ നമ്മുടെ പോഡ്കാസ്റ്റിനെയും ഫണ്ടഡ് ഫ്രം നമ്മള് മോഡലിൽ ഒരു വേറെ ഇത് ഫണ്ടഡ് എവിടെ നിന്ന് ഫണ്ട് ചെയ്തു എന്നാ പറയുന്നത്. പ്രശ്നം അത് CJPക്ക് ഇനീഷ്യലി ഒരു ഗുണം ഉണ്ടായത്, അതിനകത്ത് പാകിസ്ഥാനിൽ വിളിക്കാൻ പറ്റിയ ഒരാളുണ്ടായില്ല ഫൗണ്ടിംഗ് മെമ്പേഴ്സിന്റെ കൂട്ടത്തില്. വേറെ ഉമർ ഖാലിദ് ക്യാൻ ബി എ പാകിസ്ഥാനി അല്ലേ? അങ്ങനെ വിളിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ ലേബലിയാൻ പറ്റിയ ഒരാളുണ്ടായിരുന്നില്ല. പിന്നെ അത് ഈ പറഞ്ഞ പോലെ പുറത്തുനിന്ന് ഫണ്ട് കൊണ്ടുവരണം എന്നല്ലേ നടക്കുള്ളൂ. ഭയങ്കര ക്രിയേറ്റീവായിട്ട് ഈ സമരത്തിന് അപ്രോച്ച് ചെയ്ത് കുറെ ഇതുകളുണ്ടായിരുന്നു, കുറെ പോസ്റ്റുകൾ ഉണ്ടായിരുന്നു.
ബാനറുകൾ അതിൽ ഇപ്പൊ ഹിറ്റായി നിൽക്കുന്നത് യു ഫക്ക് ദ റോങ് ജനറേഷൻ എന്ന് പറഞ്ഞിട്ട് ഒരു പെൺകുട്ടി ഇത് പിടിച്ചേക്കുന്നത് ഭയങ്കര വൈറലായിട്ട്. പിന്നെ ഒരു പെൺകുട്ടി തന്നെയല്ലേ പോലീസ് ബസിന്റെ അത് ബോംബെയില് പോലീസ് ബസിന്റെ ഫ്രണ്ടിൽ ഒറ്റയ്ക്ക് ഇതിങ്ങനെ ബീഹാറില് ടിപ്പിക്കൽ ബീഹാർ സാധനം അവര് ബാരിക്കേഡ് എടുത്തോണ്ട് പോയി. അല്ല അത് ബാരിക്കേഡ് എടുത്തോണ്ട് അടിച്ചോണ്ട് പോയതല്ല, അവര് അതിന്റെ മേളിൽ പറഞ്ഞ വണ്ടി പോവാ. എനിക്ക് തോന്നുന്നു ബീഹാറിൽ ഇത്തിരി വയലന്റ് ആയിരുന്നു പിള്ളേര് എടുത്തിട്ട് അടിച്ചിട്ടുണ്ട്. പിള്ളേരാണോ ആരാണോന്ന് അറിയില്ല. പിന്നെ കുറെ ബാരിക്കേഡ് ഒന്തി കൊണ്ടുപോണ സംഭവങ്ങളുണ്ട് ബീഹാറിൽ. റെയിൽ ട്രാക്ക് മുറിച്ചു കൊണ്ടു. എടാ നീ ശരിക്കും ആലോചിച്ച് നോക്ക്, ഇപ്പോ അൺലെസ് നിന്റെ ഫാമിലി കുറച്ച് സെറ്റിൽഡ് ആണ് അല്ലെങ്കിൽ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ നിനക്ക് പട്ടിണിയിൽ നിന്ന് നിനക്ക് രക്ഷപ്പെടണമെന്നുണ്ടെങ്കിൽ എന്താണ് പട്ടിണിയിൽ നിന്ന് രക്ഷപ്പെടുന്നതിന്റെ അപ്പുറത്ത് സൊസൈറ്റിയിൽ ഒരു വില കിട്ടുന്ന രീതിയിലേക്ക് അവരുടെ ഫാമിലിനെ അപ്ലിഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സാധനം നമ്മുടെ നാട്ടിൽ എഡ്യൂക്കേഷനുള്ളൂ. എഡ്യൂക്കേഷൻ മാത്രമേ ഉള്ളൂ. എഡ്യൂക്കേഷനുള്ളൂ. നീ ഇപ്പൊ കാര്യം പറയട്ടെ, പഠിച്ചൊരു നിലയിലെത്തിയവനും ബിസിനസ് ചെയ്തൊരു നിലയിലെത്തിയവനും പഠിത്തമുള്ളതിനൊരു വിലയുണ്ട്. അപ്പോ ഇത് ഒരു പാവപ്പെട്ടവന് ആകെയുള്ള ഒരു ചോയ്സ്. എസ്പെഷ്യലി തമിഴില് നീ സിനിമ കാണുമ്പോ അല്ലെങ്കിൽ ഒരാൾ ചോദിക്കുന്ന അല്ലെങ്കിൽ ഒരു അനീതിക്കെതിരെ ശബ്ദം ഉയർത്തുമ്പോൾ അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആള് ഇത്തിരി അഫ്ലുവന്റ് ആണ് അല്ലെങ്കിൽ പഠിച്ച ഒരാളെന്നുണ്ടെങ്കിൽ പഠിച്ചവங்க താനേ ആ റെസ്പെക്ട് ഉണ്ട്. എന്തിന് നമ്മുടെ മറ്റേ പടയത്ര ഏത് ദിലീപിന്റെ നമ്മുടെ ലാലേട്ടറും നീ പഠിച്ചവനാ കേറിയിരിക്കണ പാണ്ടിപ്പടയില് പ്രകാശ് രാജ് പഠിച്ചവനാ. അതെ. അപ്പൊ ആ ഒരു സാധനം ഉണ്ട്. അതായത് അങ്ങനെ അത്രയും താഴ്ന്ന ഒരു ഇതിൽ നിന്ന് മുകളിലോട്ട് കയറി വരാൻ അവർക്കുള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ സംഭവമുള്ളൂ, എഡ്യൂക്കേഷൻ. ഇതും കാശുകാരൻ കയ്യിൽ വെച്ച് കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യും? ആ കുട്ടികൾ സൂയിസൈഡ് ചെയ്യാനുണ്ടായ അവരുടെ മാനസികാവസ്ഥ ഒന്ന് ആലോചിക്കണം. നീറ്റ് എന്ന് പറയുമ്പോൾ എസ്പെഷ്യലി ഏറ്റവും കോമ്പറ്റീറ്റീവ് ആയിട്ട് ഇന്ന് ഇന്ത്യയിൽ കോമ്പറ്റീറ്റീവ് ആണെന്ന് തോന്നുന്നു. 22 ലക്ഷത്തോളം സ്റ്റുഡൻസ് അപ്പിയർ ചെയ്തു. അപ്പോൾ അത് ചിലപ്പോൾ റിപ്പീറ്റഡ് ആയിട്ട് കൊടുക്കുന്ന കുട്ടികളായിരിക്കും. ആദ്യത്തെ അറ്റംപ്റ്റ് കൊടുത്ത് ചിലപ്പോൾ നല്ല മാർക്ക് കിട്ടി, കഴിഞ്ഞു, തീർന്നു കിട്ടി, സീറ്റ് കിട്ടി. ചിലപ്പോ അച്ഛനും അമ്മയൊക്കെ ഈ പറഞ്ഞ പോലെ സെലിബ്രേറ്റ് ചെയ്യാണ്, കട്ടെടുത്ത് അങ്ങനെ. അല്ല, ഈ ഒരു കുട്ടി പറഞ്ഞൊരു സംഭവം ഉണ്ട്, അവര് അതിന്റെ കീ കിട്ടുമല്ലോ അന്ന് തന്നെ. അപ്പൊ അവരുടെ പറഞ്ഞ പോലെ ആൻസർ ഷീറ്റ് മറ്റേ ആൾക്ക് അവിടുത്തെ ട്രെയിനർക്ക് കോച്ചിന്റെ ഒക്കെ കൊണ്ടുപോയി കാണിക്കുമ്പോ അവർ പറയാം സെലക്ടഡ് ആയിരിക്കും, ഈ റാങ്ക് ലിസ്റ്റിൽ എന്തായാലും ഈ മെഡിക്കൽ കോളേജിലെങ്കിലും കിട്ടും എന്നൊക്കെ പറഞ്ഞ് ഇവരത് ആഘോഷിക്കാൻ തുടങ്ങുമ്പോഴാണ് അറിയണത് പിറ്റേ ദിവസം ഇത് ലീക്കായി 2ാം ദിവസം നടത്തണം. വീണ്ടും ഈ പറഞ്ഞ എല്ലാ പ്രഷർ റെക്കോർഡിങ് കടന്നു പോകണം. അതിലൊരു കുട്ടി ആത്മഹത്യ ചെയ്തതിന്റെ അച്ഛൻ വന്നിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ. ആൾക്ക് 2 മക്കളാണ്. ആള് പറഞ്ഞു, ഞാൻ അങ്ങനെ ഫിനാൻഷ്യലി മോശം ഒരു ഇതിൽ നിന്ന് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ഒന്നും വരുന്നതല്ല. എൻ്റെ മകൻ അത്രയും സ്ട്രെയിൻ ഇട്ട് അത് പഠിച്ച് അവനത് ക്ലിയർ ചെയ്തു എന്ന് വിശ്വസിച്ചൊരു പോയിന്റിൽ അവൻ വെക്കേഷൻ എടുക്കാൻ നിൽക്കായിരുന്നു. അപ്പൊ ആള് പറയാം, ഞാൻ ഈ വാർത്ത അറിഞ്ഞു, പക്ഷെ അവനത് അറിയാണ്ട് ഞാൻ നോക്കി. പക്ഷെ അതറിഞ്ഞപ്പോ അവൻ റിയാക്ട് ചെയ്ത രീതി ഇങ്ങനെയായിരുന്നു, എനിക്ക് ഇനി 2ാമതൊരു മകനുണ്ട്, അവനെ പ്രൊട്ടക്ട് ചെയ്യണം, അതിന് വേണ്ടിയിട്ട് സിസ്റ്റം മാറന്നെ വേണം എന്ന് പറഞ്ഞിട്ട് പറഞ്ഞത്. അതിനൊക്കെ ഇവന്മാർക്ക് ഇത് എങ്ങനെ മറ്റോണം പറയാൻ പറ്റുന്നു? അതായത് ഇത് ഫണ്ടഡ് സാധനമാണ്, അതൊക്കെ കണ്ടില്ല എന്നെങ്ങനെ ഇവന്മാർക്ക് വിചാരിക്കാൻ പറ്റുന്നതാണ്. ഇപ്പൊ ഈ പറയണ എടുത്തു എന്ന് പറയുന്ന സ്റ്റെപ്പുകൾ ഉണ്ടല്ലോ, ഇത് ഈ ഒരു പ്രൊട്ടസ്റ്റ് ഇല്ലെങ്കിൽ ആ ചെയ്യണ കാര്യങ്ങളും മുഴുവൻ പോകുന്നില്ല. കുറച്ച് നാൾ കഴിയുമ്പോൾ ആൾക്കാരുടെ ശ്രദ്ധ അതിൽ നിന്ന് മാറുമ്പോ അതൊക്കെ പകുതി വഴിയിൽ അവിടെ കിടക്കും, ഒന്നും സംഭവിക്കാൻ പോണില്ല, അതിനൊരു ഫോളോ അപ്പ് ഉണ്ടാവില്ല, ഒന്നും ഉണ്ടാവില്ല. അപ്പൊ അതുകൊണ്ട് തന്നെയാണ് അവര് ശക്തമായി രാജി വരെ മുന്നോട്ട് പോകാന്നുള്ള ഒരു മോഡ് എടുത്തേക്കുന്നത്. അപ്പൊ അവിടെ വരെ തന്നെ മുന്നോട്ട് പോകണം, പറ്റുന്ന രീതിയിലൊക്കെ നമുക്കും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് ചെയ്യണം. അതെ. അപ്പോൾ ഇവിടെ ഒരു മാർച്ച് നമുക്ക് ഇറങ്ങാന്ന് പറഞ്ഞ് ജോൺ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, നമ്മുടെ ഡ്യൂട്ടി അവിടെയല്ല, നമ്മളൊരു പ്ലാറ്റ്ഫോം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനൊരു ഓഡിയൻസ് ഉണ്ട്, അവരറിയണം അല്ലേ, നമ്മളെ കൊണ്ട് പറ്റുന്ന പോലെ ഒരു 4 ഫാക്ട്സ് പറഞ്ഞു കൊടുക്കണം, അലജഡ് ഫാക്ട്സ്. അപ്പൊ അതായിരുന്നു നമ്മുടെ ഈ എപ്പിസോഡിന്റെ ലക്ഷ്യം. നമുക്ക് ഈ ഒരു വിഷയം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയം തന്നെയാണ്, നമുക്ക് ചർച്ച ചെയ്യാണ്ടിരിക്കാൻ പറ്റുന്നില്ല. ഇതിന്റെ ഇടയിൽ നമ്മൾ കയറി തമാശ പറഞ്ഞാൽ രംഗബോധമില്ലാത്ത കോമാളികളാവും നമ്മൾ. അതുകൊണ്ട് ഈ അടുത്തൊരു ഇറങ്ങുന്ന എപ്പിസോഡ് ഇത് തന്നെയായിരിക്കണം എന്ന് നമ്മൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ വകഞ്ഞുകൂട്ടി ചകഞ്ഞെടുത്ത കുറച്ച് ഫാക്ട്സ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. നമുക്ക് ഈ ഒരു പരിപാടി തീർന്നിട്ടില്ലെങ്കിൽ അടുത്തത് ഒരു ഫൺ എപ്പിസോഡായിട്ട് വരാം എന്ന് പ്രതീക്ഷിക്കുന്നു. ഫണ്ണല്ല, നമ്മൾ കാഷ്വലി പറയണ എപ്പോഴും നമ്മൾ എപ്പോഴും നമ്മുടെ പോഡ്കാസ്റ്റ് എപ്പോഴും ഓൺ ദ കാഷ്വൽ സാധനമായിരിക്കും. ശരിക്കും ഇത് മാത്രമാണ് എന്തെങ്കിലുമൊക്കെ കുറച്ചൊക്കെ എന്തെങ്കിലുമൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളത്, അത്രേ ഉള്ളൂ.
ടാറ്റ ബൈ ബൈ പറയല്ലേ. താങ്ക് യു ഫോർ ലിസ്ണിംഗ്. അതെ. അഖില എണീക്ക്. Malah gua sekali.